സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാവുന്ന ഒരു ചെറിയ ഫിലിമിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പാലക്കാട്ട് ദിനോസറുകളെ വളർത്തുന്ന ഒരു ഗ്രാമം, വെറും ഗ്രാമമല്ല, അതൊരു സാങ്കല്പിക കാർഷിക ഗ്രാമമാണ്. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗവുമാണ്. AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകളിലൂടെ കൊച്ചിയിലെ ഒരു പറ്റം ചെറുപ്പക്കാരാണ് ഇതിന് രൂപം നൽകിയത്. ദിനോസറുകൾ ഹിറ്റായതോടെ രാജ്യാന്തര തലത്തിൽ നിന്ന് പോലും ഇവരെ തേടി അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ഇത് പാലക്കാട് ജില്ലയിലെ ദിനോമുഖ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ദിനോസറുകളാണ്. മനുഷ്യർ ആദ്യമായി മെരുക്കിയെടുത്ത ജീവികളിൽ ഒന്നാണ് ദിനോസറുകൾ. ദിനോസർ എന്നാൽ പൊതുവെ നമുക്ക് ജുറാസിക് പാർക്കാണ്. ഇനിയൊന്ന് മാറ്റിപ്പിടിക്കാം. പാലക്കാട് ദിനോമുഖ് എന്ന കർഷക ഗ്രാമമാണ് നമ്മുടെ പിള്ളേർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കൊച്ചി കേന്ദ്രീകരിക്കുന്ന സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയനാണ് ഇതിന് പിറകിൽ. പഠനകാലം മുതൽ ഒരുമിച്ചുണ്ടായിരുന്നവർ ഉണ്ടാക്കിയെടുത്ത ദിനോസറിന്റെ പെരുമ ഇപ്പോൾ കടലും കടക്കുന്നു. വളരെ നല്ല റെസ്പോൺസ്. കുട്ടികളൊക്കെ ഒരുപാട് പേര് കുട്ടികൾ വിളിച്ചിട്ട് ചേട്ടാ മാമ മുട്ടയിട്ടോ എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ആൾക്കാരും ഒരുപാട് സാധാരണക്കാരോട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഫ്രാൻസിൽ നിന്നും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസസിൽ നിന്നും സിനിമാക്കാരും ഒക്കെ വിളിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. AI-യുടെ അനന്ത സാധ്യതകളാണ് ദിനോമുഖ പരിചയപ്പെടുത്തുന്നത്. ഡിസ്കസ് ചെയ്തിട്ടാണ് ഷോർട്സുകൾ ഓരോന്ന് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ ചെയ്ത് ഓരോന്ന് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വർക്കാവില്ല. അപ്പം നമ്മൾ അടുത്തത് ജനറേറ്റ് ചെയ്യണം, അതിട്ട് നോക്കണം. അത് വർക്കായില്ലെങ്കിൽ നമ്മളങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തിട്ടാണ് ഇതിപ്പോൾ കാണുന്ന ഈ അവസ്ഥയിലായി വന്നത്. പാലക്കാടിന്റെ ദൃശ്യങ്ങളും അനുയോജ്യമായ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളുമെല്ലാം ദിനോമുഖിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇത് ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ്. സ്ഥിരമായിട്ട് പച്ചപ്പുല്ലും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും. പിന്നെ വല്ലാതെ അമർന്നതും കേൾക്കാറുണ്ട് ചില സമയത്തൊക്കെ. നമ്മളിത് സങ്കല്പത്തിനേക്കാൾ കൂടുതൽ നമ്മളിത് കണ്ടിട്ടുണ്ടല്ലോ പാലക്കാട് നമ്മുടെ ഇവിടുത്തെ മനുഷ്യരെങ്ങനെയാണെന്നുള്ളത്. അത് നമ്മൾ AI ലേൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അത് ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടുന്ന് റെഫറൻസ് ഇമേജുകൾ, നമ്മളിവിടുത്തെ ആളുകളുടെ റെഫറൻസ്, നമ്മുടെ ഓരോ സ്ഥലങ്ങളുടെ റെഫറൻസ് എല്ലാം നമ്മൾ AIക്ക് ഇൻപുട്ട് കൊടുത്ത് ആദ്യം മെഷീനെ ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോന്നിൻ്റെ ഇൻപുട്ട് നമ്മൾ AIക്ക് കൊടുത്ത് അതിനെ ലേൺ ചെയ്യിപ്പിച്ച് നമ്മളതിനൊരു കൃത്യമായി പ്രോംപ്റ്റിംഗ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ടാണ് ഈ പാലക്കാട് ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ റിസൾട്ട്. സിനിമയുടെ പിന്നണിയിലും പരസ്യ ചിത്രീകരണത്തിലുമാണ് ഇപ്പോഴിവർ ശ്രദ്ധിക്കുന്നത്. സിനിമയാണ് അടുത്ത സ്വപ്നം. അതിലേക്ക് ദിനോസറുകളുടെ പുറത്തു കയറിയുള്ള കുതിപ്പിലാണ് കഥ പറച്ചിലുകാരുടെ കൂട്ടായ്മ. മനുഷ്യ മൃഗ സഹവാസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട്ടെ ഈ ദിനോമുഖ്. ന്യൂസ് 18 കൊച്ചി.